സോ നല്ല സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ അവിടെ കുറേ കല്ലുകൾ കിടക്കണ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും അതുപോലെ തന്നെ നിങ്ങളും ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ കയ്യിൽ ഏറ്റവും വലിയ ഒരു ബിഗ്ഗസ്റ്റ് വണ്ടിയുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് പേര് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ചെയ്ത് പ്രൊഡക്ട്സ് വാങ്ങണം എന്നുള്ളത് കമൻറ്റ് അടിച്ചോളട്ടെ. സോ ഈ ഒരു വണ്ടി ഞാൻ വാങ്ങിച്ചത് വേറെ ഒന്നുമല്ല, നമ്മൾ യൂക്ലിക്കിൻ്റെ പേജിൽ നിന്നാണ്. സോ ഈ യൂക്ലിക്കിൻ്റെ പേജിൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇത് RC കാർസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴത്തെ നമ്പർ കൊടുത്തേക്കാം, അവരുടെ ഡാറ്റ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഗൈസ് അപ്പോൾ എൻ്റെ കയ്യിലെ ഏറ്റവും വലിയ RC കാർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഫോർഡ് ബ്രോങ്കോൻ്റെ HB എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ് ഈ കാണുന്ന ഫോർഡ് ബ്രോങ്കോ. 1:10 സ്കെയിലാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത്. സോ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ഇത്. വേറെ ഒരെണ്ണം ഇന്ത്യൻ ജീപ്പ് റാംഗ്ലർ, അത് 1/10 സ്കെയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ വട്ടം ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഏറ്റവും വലിയൊരു പെട്ടിയിൽ വന്നൊരു പ്രൊഡക്റ്റാണ്. വേറെ ഒന്നുമല്ല, ഈ കാണുന്ന MJXൻ്റെ ബ്രോങ്കോ ആണ് നമ്മുടെ ഐറ്റം. ഗൈസ് അപ്പോൾ ഇവനാണ് നമ്മുടെ ഐറ്റം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു വലിയൊരു പെട്ടിയിലാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്തേ ഈ കാണുന്ന ടേബിൾ ചെയ്യാൻ മതി. അത്യാവശ്യം വലിപ്പമുള്ള ടേബിളാണ്. ആ ടേബിൾ മൊത്തം കവർ ചെയ്തിട്ടാണ് നമ്മുടെ ഐറ്റം ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ റേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്തൊക്കെ വരുന്നില്ല എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് പറയുന്നുണ്ട്. ഈ കാണുന്ന MJXൻ്റെ ബ്രോങ്കോ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂക്ലിനെ കോൺടാക്ട് ചെയ്യുക, താഴത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഇതാണ് നമ്മുടെ ഐറ്റം. 1:8 സ്കെയിലിൽ വരുന്ന ഒരു കിടുക്കാച്ചി. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് റിമോട്ടിൽ മാത്രമല്ല നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. കണ്ടാ ഈ കാണുന്ന ഫോൺ വഴി നമുക്കിത് ഫുള്ളി കസ്റ്റമൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം. സോ നമ്മുടെ പെട്ടിനെ പറ്റി നമ്മൾ നോക്കാനാണെങ്കിൽ ആദ്യം ഇവിടെ ഒരു വലിയ വണ്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ സെയിം സംഭവം തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതിന് തന്നെ പല വേരിയൻ്റ് ഉണ്ട്. 1:12 ഉണ്ട്, 1:8, 1:10, അങ്ങനെ കുറേ വേരിയൻസിൽ അവൈലബിൾ ആണ്. നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് 1:8 സ്കെയിലാണ്. ഉള്ളിൽ ഏറ്റവും വലിയൊരു മോഡലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ ബ്രഷ്ലെസ് മോട്ടോഴ്സാണ് വന്നിരിക്കുന്നത്. ബ്രഷ്ലെസ് മോട്ടോഴ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല പവർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോർഡിൻ്റെ ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ കാണുന്ന ഫോർഡ് ബ്രോങ്കോ R എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു വേറെ നെയിം പറയുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ MJX RC H8P എന്ന് പറഞ്ഞ ഒരു മോഡലാണ് നമ്മുടെ ഇത്. ഇതിൽ തന്നെ പല വേറെ മോഡൽസൊക്കെ ഉണ്ട്. ഈ ഒരു മോഡലിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന് തന്നെ ചെറിയ വേരിയൻസ് ഉണ്ട്, അതിൽ നമുക്ക് മൊബൈൽ കൺട്രോൾ കാര്യങ്ങൾ അങ്ങനെയൊന്നും വരുന്നില്ല. സോ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ഹൈപ്പർഗോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹൈപ്പർഗോ സീരീസിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് MJXൻ്റെ. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ബ്രഷ്ലെസ് മോട്ടറിൻ്റെ അതിൻ്റെ വേരിയൻറ്റ്, അതുപോലെ തന്നെ 35 kg വരെ നമുക്കിതിൽ 35 kg മെറ്റൽ സ്റ്റിയറിംഗ് സെർവോ ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ മെറ്റൽ ബീംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ടയർ, ഇതാണ് അതിൻ്റെ മേലെ വയ്ക്കുന്ന ബോഡി. ഓക്കെ, എന്തായാലും അൺബോക്സ് ചെയ്യാം. ഓ ജസ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാണെങ്കിൽ ഇവിടെ നിന്നാണ് അൺബോക്സ് ചെയ്യേണ്ടത്. എൻ്റെ പൊന്നു ഗൈസ്, ഇതേ ഇരിക്കുന്നത് നമ്മുടെ ഐറ്റം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇല്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ വണ്ടിയുടെ വെയിറ്റ് മാത്രം ഞാൻ പിന്നെ കാണിച്ചു തരാം. നമുക്ക് ഇതൊരു റബ്ബർ ബാഗ് പോലത്തെ ഐറ്റം വന്നിട്ടുണ്ട്. റബ്ബർ ബാഗ് എയർ ബാഗ്. നമ്മുടെ ഐറ്റം നല്ല പ്രൊട്ടക്ഷനാണ് വന്നിരിക്കുന്നത്. സോ ഇത് മാറ്റി വയ്ക്കാം. അത്യാവശ്യം നല്ല പണിയുണ്ട് എടുക്കാനായിട്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതാണ് നമ്മുടെ ഐറ്റം. ഒരു പെട്ടിനുള്ളിൽ നോക്കാനാണെങ്കിൽ അതെ ഇവിടെ കുറച്ച് ഫോം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പെട്ടി വന്നിട്ടുണ്ട്. നമ്മുടെ യൂസർ മാനുവലും അതിൻ്റെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. പുറത്തേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതേ കുറച്ച് ഇതേപോലത്തെ സ്ക്രൂ ഡ്രൈവർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്നതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ കാണുന്ന പെട്ടിക്ക് വരെ ഏകദേശം ഒരു 2 കിലോ ഭാരം ഉണ്ടാവും. നല്ല സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. ഓക്കെ. ഓ ടൺ 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 ബാഹുബലിയുടെ മ്യൂസിക് ഇട്ട് കൊടുക്കാം. അതിനുള്ള ഐറ്റം ഉണ്ട്, അതുകൊണ്ടാണ്. റേറ്റ് വന്നൊരു ഇത് 60,000 രൂപയാണ്. നിങ്ങൾ യൂക്ലിക്കിൻ്റെ പേജിൽ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിത്ത് ബാറ്ററി 60,000 രൂപ കിട്ടും. നിങ്ങൾ പുറമേ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നെങ്കിൽ റേറ്റ് കൂടാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. പല സൈറ്റിലും 75,000 80,000 നമ്മുടെ ഐറ്റം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റായിട്ട് ഐറ്റം മേടിക്കുകയാണെങ്കിൽ യൂക്ലിക്കിനെ കോൺടാക്ട് ചെയ്യാം. സോ അവർ നിങ്ങൾക്ക് വിത്ത് ബാറ്ററി ആയിരിക്കും ഐറ്റം തരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ബാറ്ററി വരുന്നില്ല. സോ ഇങ്ങനത്തെ വലിയ വണ്ടികൾക്കൊന്നും ബാറ്ററി അങ്ങനെ കൊടുക്കാറില്ല. ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡും അങ്ങനെ തന്നെയാണ്. സോ നിങ്ങൾക്ക് യൂക്ലിക്കിനെ അതിനെ മേടിക്കുമ്പോൾ വിത്ത് ബാറ്ററി അടക്കം നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് കുറഞ്ഞിട്ട് കിട്ടുന്നതായിരിക്കും. ഗൈസ് ഫൈനലി നമ്മുടെ ഐറ്റം ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. 1:8 സ്കെയിൽ വരുന്ന ഫോർഡിൻ്റെ ബ്രോങ്കോ. നിങ്ങൾക്ക് ഇതിൻ്റെ ടയറിൻ്റെ സൈസ് നോക്കിയേ, നല്ല കിടിലൻ സൈസ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ഞ് പോലത്തെ ടയേഴ്സ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ടയേഴ്സ് കൊടുക്കുന്നത് നമുക്ക് ഈ ക്രൗൾ ചെയ്യുമ്പോൾ നല്ല പോലെ പിടിച്ച് കയറാൻ പറ്റിയിട്ടാണ് ഇതുപോലെ സോഫ്റ്റ് ടയേഴ്സ് കൊടുക്കുന്നത്. എക്സ്ട്രാ ടയർ ബാക്കിൽ വന്നിട്ടുണ്ട്. നല്ല കിടിലൻ ബോഡി. അതേപോലെ തന്നെ എൻ്റെ അടിഭാഗത്തൊക്കെ മെറ്റലാണോ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അമ്മേ വിചാരിക്കുന്ന പോലെ നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്.
ഓഫ്, ഇതാണ് നമ്മുടെ ഐറ്റം. പിന്നെ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഒക്കെ അത്യാവശ്യം അടിപൊളി തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അതെ ഇതാണ് ലുക്കും കാര്യങ്ങളൊക്കെ. കണ്ടാ ഉള്ളിൽ ഞാൻ മെറ്റൽ പറഞ്ഞില്ലേ, ഇരിക്കുന്ന മെറ്റൽ റോഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇതേ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. വണ്ടിയുടെ മേലേക്ക് നോക്കാനാണെങ്കിൽ ഇവിടെ 2069 കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഫോർഡ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഗുഡ്രിച്ച്, പിന്നെ അതേപോലെ തന്നെ ഫോർഡ് പെർഫോമൻസ്, അങ്ങനെ കുറച്ച് ബാഡ്ജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റിക്കേഴ്സാണ് വന്നിരിക്കുന്നത്. ഇത് മറ്റേ പെയിൻറ്റിങ് അല്ല, സ്റ്റിക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കിലോയ്ക്ക് 5.5 എന്ന് വെച്ചാൽ 5.5 കിലോ ആണ് ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഒരു ബെസ്റ്റ് ക്രൗളറാണ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ മുതലാണിത്. ഒരു 60,000 രൂപ റേഞ്ചിന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്രൗൾ ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഫാസ്റ്റിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു മുത്ത് ഐറ്റം. ഇതൊരു 4x4 ഐറ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബാക്ക് ടയർ മാത്രം കറങ്ങിയാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ഡിഫ് ലോക്ക് ഓരോ ടയറിന് സെപ്പറേറ്റ് മാറ്റിയിടാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അടിഭാഗം ഞാൻ കാണിച്ചു തരാം. എൻ്റെ മോനെ ഗൈസ്, ഫുള്ളി മെറ്റൽ ബിൽഡാണ് അടിഭാഗം വന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊരു മാഗ്നറ്റിക് മൗണ്ടാണ് ഐറ്റം. ഇതിൻ്റെ അടിഭാഗത്ത് നമുക്കൊരു ലോക്കിന് പകരം ഒരു സ്ക്രൂ തന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. കണ്ട, നമുക്കിതുപോലെ സ്ക്രൂ ഇവിടെ ഊരി കിട്ടും. അതിന് ശേഷം ഇത് ജസ്റ്റ് മുകളിലോട്ട് പൊന്തിച്ച് കഴിഞ്ഞാൽ കണ്ട നമുക്കിവിടെ ഉൾഭാഗം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വെക്കാനും പറ്റും. ഫുള്ളും വാട്ടർ പ്രൂഫാണ് ഐറ്റം. എന്ന് വെച്ചാൽ ബാറ്ററിയും ഈ കാണുന്ന മോട്ടറും അല്ല, നമുക്ക് വെള്ളത്തിൽ മുക്കിയെടുത്താലും ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. അതുപോലെയാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി വാട്ടർ പ്രൂഫാണ് ഐറ്റം. നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന ബാറ്ററി നമ്മുടെ യൂക്ലിങ്ങിൻ്റെ പേജ് എനിക്ക് സെപ്പറേറ്റ് തന്നതാണ്. ശരിയും പറഞ്ഞാൽ ഈ കാണുന്ന ബാറ്ററി നിങ്ങൾ സെപ്പറേറ്റ് മേടിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാറ്ററി മേടിക്കാം. ഇതിപ്പോൾ ഞാൻ 5200 mAh ബാറ്ററിയാണ് മേടിച്ചിരിക്കുന്നത്. സോ പക്ഷേ നമ്മൾ യൂക്ലിങ്ങിൻ്റെ പേജ് മേടിക്കുമ്പോൾ ഈ കാണുന്ന ബാറ്ററി നിങ്ങൾക്ക് അവർ ഫ്രീ ആയി തരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഐറ്റം. 35 kg വരെ എടുക്കാൻ പറ്റുന്ന ഒരു കിടിലെ മോട്ടർ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫാൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഗിയർ സിസ്റ്റം ഒക്കെ അതെ ഏത് ഭാഗത്താണ്, ഇത് ഒരു ഗിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഗിയർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ സസ്പെൻഷൻ, എൻ്റെ പൊന്നെ സീൻ സസ്പെൻഷൻ. ഓക്കെ കണ്ടാ, ഇതിപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാരണമാണ് താന്നിരിക്കുന്നത്. കണ്ടാ സസ്പെൻഷൻ നോക്കിയേ, ഈ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ നോക്കിയേ. പിന്നെ ഇവിടെ ബമ്പർ വന്നിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല കട്ടിയുള്ള ബമ്പറാണ്. സോ ഇടിച്ചാലൊന്നും വേറെ പ്രശ്നം വരില്ല. അപ്പോൾ ഇതിൻ്റെ വലിപ്പം ശരിക്കും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മുടെ 1:10 സ്കെയിൽ വരുന്ന നമ്മുടെ ഈ കാണുന്ന ബ്രോങ്കോ അതെ വെച്ച് വയ്ക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാണുന്ന 1:8 സൈസ് എത്രത്തോളം വലുതാണെന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഞാൻ അപ്പോൾ നോക്കുമ്പോൾ മേടിച്ച സമയത്ത് ഇത് ഭയങ്കര വലിയൊരു വണ്ടി പോലെ എനിക്ക് തോന്നിയത്. പക്ഷേ ഇതിൻ്റെ ഒപ്പം കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കാണുന്ന 1:10 ചെറിയൊരു വണ്ടി പോലെ എനിക്ക് തോന്നുന്നത്. അപ്പം ഇനി നമ്മുടെ റിമോട്ടാണ് കാണാനുള്ളത്. റിമോട്ടിൽ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഡിഫ് ലോക്ക് നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ലോക്ക് പിടിച്ച് വയ്ക്കാം. അതേപോലെ തന്നെ ചാനൽസ്, ട്രിമ്മ്, അതേപോലെ തന്നെ ഇതിൽ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ മാറ്റി വയ്ക്കുന്ന വരുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ ലെഫ്റ്റും റൈറ്റ് ആവണത് അതിൻ്റെ ഓപ്പോസിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മുടെ ബാറ്ററി നമ്മൾ സാധാരണ ഒരു ബാറ്ററി അല്ല, ഇങ്ങനത്തെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. സോ ജസ്റ്റ് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്താണ് സ്വിച്ച് വന്നിരിക്കുന്നത്. ഇത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ കണ്ട നമ്മുടെ ഐറ്റം ഓൺ ആയിട്ടുണ്ട്. അതിൻ്റെ ലുക്ക് നിങ്ങൾക്ക് കാണാൻ റെഡി ആയിക്കോ. കണ്ട എൻ്റെ മോനെ ഈ ഐറ്റം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വണ്ടിയുടെ ഒരു പവർ അറിയാനായിട്ടൊരു സമയമായിട്ടുണ്ട്. സോ കാണിച്ചു തരാം. ഇങ്ങനെ പിടിക്കുക. ഇത് എൻ്റെ ചെറിയ സ്പീഡാണ്. ടോപ്പ് സ്പീഡ് വന്നിരിക്കുന്നത് 25 km/h ആണ്. പിന്നെ ഈ കാണുന്ന ലൈറ്റിങ്സ് മാറ്റണമെങ്കിൽ ഇത് വേണ്ട ഇവിടെ അമർത്തിയാൽ മതി. കണ്ട ഇങ്ങനെ മിന്നാണ മോഡൽ, അല്ലെങ്കിൽ ഫുൾ ഓഫ് ചെയ്ത് വയ്ക്കാം, ഫുള്ളായിട്ട് ഓണാക്കി വയ്ക്കാം. എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൽ ഒരു ആപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ആപ്പ് വേറെ ഒന്നല്ല, ഈ കാണുന്ന ഒരു ആപ്പാണ് ആംഗ്രി സ്നെയിൽ. ഇതിൻ്റെ ശരിക്കുള്ള പേര് സ്നെയിൽ ESC എന്ന് പറഞ്ഞ ആപ്പ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലൂടൂത്ത് വഴി ഇത് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഈ കാണുന്ന ഒരു ആപ്പിൽ നമ്മുടെ വണ്ടിയുടെ വന്നിട്ടുണ്ട്. സോ ഇത് കണക്റ്റായി ഗോ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ സെറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനേക്കാൾ മുന്നായിട്ട് ഇവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇവിടെ നമ്മുടെ മോട്ടറിൻ്റെ ടെമ്പറേച്ചർ കാണും. അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ വണ്ടിയുടെ ടെമ്പറേച്ചർ, വോൾട്ടേജ്, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളിത് ഓടിക്കുമ്പോൾ സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിൽ സെൻസ് ചെയ്യും. അതേപോലെ തന്നെ ഈ സംഭവം എടുത്തു കഴിഞ്ഞാൽ കണ്ട ഇത് നമുക്കൊക്കെ മാറ്റാൻ പറ്റും. ഫോർവേഡ് 100%, അതേപോലെ തന്നെ മാക്സിമം ഇതിപ്പോൾ ബാക്ക് അടിക്കുമ്പോൾ റിവേഴ്സിന് നമുക്ക് 50% കൊടുത്തിട്ടുള്ളൂ. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 100%, എന്ന് വെച്ചാൽ സെയിം സ്പീഡിൽ ഫ്രണ്ടിലേക്ക് പോകണത് സെയിം സ്പീഡ് തന്നെ ബാക്കോട്ടും വരും. അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 50%. ഓക്കെ, അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സേവ് കൊടുക്കണം. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം നമ്മുടെ ഇതിൻ്റെ അടുത്ത് ട്രാൻസ്മിറ്ററിലേക്ക് അങ്ങോട്ട് പോവും. ഓക്കെ,
അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതും ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കാണുന്ന ഒരു ആപ്പ് വഴി. ഈ കാണുന്ന വണ്ടിയുടെ ശരിക്കുള്ള ഒരു വലിപ്പം അറിയണമെങ്കിൽ അതേടാ ഇങ്ങോട്ട് നോക്കിയാൽ മതി. എൻ്റെ പൊന്നെ എന്തൊട്ട് സാധനം. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. സോ ഇത് വരണ സ്പീഡ് നോക്കിയോ നിങ്ങൾ, ഫുൾ സ്പീഡിലാണ് ഞാൻ ഇട്ടത്. നോക്കിയോ, ഓ വിചാരിക്കുമല്ല, അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആണ് ആയിട്ട് തന്നെ. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ 2 ടയേഴ്സ് ബാക്കോട്ട് 2 സൈഡിലേക്ക് നല്ല പോലെ ബൾജ് നിൽക്കണ കാരണം തന്നെ ഇത് നമ്മളിങ്ങനെ തിരിക്കണ സമയത്തൊന്നും ഇങ്ങനെ വീഴാനുള്ള ചാൻസ് വളരെ കുറവാണ്. പുറത്ത് കൊണ്ടുപോയിട്ട് ഇവൻ്റെ ചെറിയൊരു ഓഫ് റോഡൊക്കെ ഇന്ന് ചെയ്ത് കാണിക്കണമെന്നുണ്ട്, സെറ്റാക്കാം. പിന്നെ മെയിനായിട്ട് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രൗൾ ചെയ്യുന്ന സമയത്താണ്. ഇത് നമുക്ക് അൺലോക്ക് ചെയ്തിടണമെങ്കിൽ അൺലോക്ക് ചെയ്തിടാം. അതാ ഇതൊക്കെ നമുക്ക് മാറ്റിയിടണമെങ്കിൽ മാറ്റിയിടാം. അതിനനുസരിച്ചിട്ട് നമ്മുടെ ഐറ്റത്തിൻ്റെ പെർഫോമൻസിലും ചെറിയ മാറ്റം വരും. ഞാനിതെല്ലാതും ഇങ്ങനെ ലോക്ക് അൺലോക്ക് ചെയ്തിട്ടൊക്കെയാണ്. സോ അത് വണ്ടി തിരിയണോ ഒഴിവാണോ. ഈ കാണുന്ന ടയറുകളുണ്ടല്ലോ അത് ഗ്രിപ്പ് പിടിക്കില്ല, ഒരു സ്ഥലത്ത് തന്നെ കിടന്നിട്ട് ഇങ്ങനെ കുറേ നേരം തിരിയും. ഇപ്പോഴാണ് ശരിക്കുള്ള സ്പീഡ് വന്നു തുടങ്ങിയത്. ഒഴിവോട്ടാ ഉമ്മേ. സോ നിങ്ങൾക്ക് ഫാസ്റ്റിലൊക്കെ ഓടിക്കണമെങ്കിൽ ഈ സംഭവം ഫുള്ള് അൺലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും. ഇതിപ്പോൾ ഹൈ സ്പീഡ്, ഇത് ലോ സ്പീഡ്. പിന്നെ നിങ്ങൾക്ക് ഇതിപ്പോൾ ലോ സ്പീഡിലാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കിത് അൺലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ടയറിൻ്റെ ഗ്രിപ്പ് കണ്ട, ആ നിൽക്കണ്ട, പെട്ടെന്നൊരു സഡൻ സ്റ്റോപ്പ് നിൽക്കണണ്ട. അതാണ് നമ്മളിത് ലോക്ക് ചെയ്തിട്ടുള്ളൊരു ഗുണം. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ കാറിൽ ഇട്ടിട്ട് നമ്മൾ ചെറിയൊരു ക്രൗളിങ്ങിന് പോവാണ്. വല്ലാണ്ട് ഓവറായിട്ട് നമ്മൾ നോക്കുന്നില്ല, ചെറിയ രീതിയിലൊന്ന് ക്രൗൾ ചെയ്യാനായിട്ട് നമ്മുടെ ബീച്ച് സൈഡ് നമ്മളെപ്പോഴും പോകാറുള്ള ആ ഒരു സ്ഥലം തന്നെയാണ്, അവിടെ പോവാണ്. സോ അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, അപ്പോൾ നമ്മൾ സ്ഥിരം ഓഫ് റോഡ് ചെയ്യാറുള്ള നമ്മുടെ കടൽ തീരത്തിന് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവനെ ചെറുതായിട്ടൊന്ന് ഇവിടെ ഓഫ് റോഡ് കളിക്കാൻ പോവാണ്. സോ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ അവിടെ കുറേ കല്ലുകൾ കിടക്കാൻ പറ്റും, അതിൻ്റെ മേലെ ഓടിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ കടൽ വന്നിട്ടുണ്ട്. നോക്കിയേ എന്തോരം ബോട്ടുകളാ. ഞാൻ ഇത്ര അധികം ബോട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. നോക്കിയേ ആ ഭാഗത്തൊക്കെ ഒരു ലോഡുണ്ട്. ഈ ഭാഗത്ത് കുറവാണ്, പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ ബോട്ടാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ കല്ലിന്റെ മേലെ നമ്മൾ കയറ്റാൻ പോവാണ്. ഓ എൻ്റെ പൊന്നെ, കയറി നോക്കിയേ. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാരണം അത്യാവശ്യം എല്ലാ കല്ലിന്റെ മേലെ കൂടിയും നമ്മുടെ ഐറ്റം കയറി പോകുന്നുണ്ട്. ഓ മോനെ, ഇതിന്റെ ഷോക്കപ്പ് നിങ്ങൾ നോക്കിക്കോ, സീൻ ഷോക്കപ്പാണ്. പിന്നെ നിങ്ങളിത് കൺട്രോൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ സ്പീഡ് ഒന്ന് ജസ്റ്റ് കുറച്ചിട്ട് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് നമ്മുടെ വണ്ടി കയറിയപ്പോൾ കാണാൻ പറ്റും. എൻ്റെ പൊന്നെ, സീൻ. കുറച്ചും കൂടിയും ഒരു സാഹസികമായ ഒരു ഓഫ് റോഡിയാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ സ്പീഡ് ഭയങ്കര കുറച്ചിട്ടൊക്കെയാണ്, കാരണം ഭയങ്കര സ്പീഡ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. എൻ്റെ മോനെ, സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് വേണം നമ്മൾ കടത്താൻ. ഓ ഓ അവിടെ വലിയൊരു കുഴിയാണ്, ആ കുഴിയുടെ ഉള്ളിൽ കൂടെയാണ് കയറ്റാൻ കയറി വന്നത്. എൻ്റെ പൊന്നെ, സെറ്റ്.
ഇതാണ് ഇതിൻ്റെ ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത്. അത്യാവശ്യം അടിപൊളിയിട്ട് കയറ്റാൻ പറ്റുന്നുണ്ട്. നമ്മൾ വേറൊരു ദിവസം അത്യാവശ്യം വലിയ മലയുടെ മേലെ കയറ്റാൻ വേണ്ടി നോക്കാം. സംഭവം അടിപൊളിയായിട്ട് ക്രൗൾ ചെയ്യുന്നുണ്ട്. ഗൈസ് അപ്പോൾ ഇവിടെ കുറച്ച് ഒരു ഇങ്ങനെ കുണ്ടും കുഴി പോലെ സ്ഥലമാണ്. ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് ഓടിക്കാം. കണ്ടാ സംഭവം കയറി പോണോ അമ്മേ. വാവ്, എൻ്റെ മോനെ കയറണം നോക്കിയേ. ഓ സെറ്റ് ഗൈസ്. പിന്നെ സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് എൻ്റെ ലോ സ്പീഡ്. ഹൈ സ്പീഡ് കാണിച്ചു തരാം. ഇതാണ് ഹൈ സ്പീഡ്. ഗൈസ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ കാണുന്ന ബ്രോങ്കോൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. 1:8 സ്കെയിൽ വരുന്ന MJX ആയിട്ടാണ്. വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂക്ലിനെ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബൈ.